മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു യാത്രക്കാരൻ തന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ ധ്യാനത്തിലേക്ക് തിരിഞ്ഞാൽ അവന്റെ കൂടെ ഒരു മലക്ക് കൂടുന്നതാണ്. നേരെമറിച്ച് വേറൊരാള് പാഴായ കവിതകളിലോ പാഴായ വർത്തമാനങ്ങളിലോ മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ കൂടുന്നത് ശൈത്താനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് യാത്രയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യാത്രയിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് പോവുക. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, യാത്രയിൽ ഭൗതിക കാര്യങ്ങളിൽ നിന്നുമെല്ലാം മനസ്സ് മാറ്റി അള്ളാഹുവിന്റെ ധ്യാനത്തിലേക്ക്, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ഒരാൾ പോയാൽ അവരുടെ കൂടെ കൂടുന്നത് മലക്കാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്ക് എപ്പോഴും അവർക്ക് വേണ്ടി കാവലിനായി, അനുഗ്രഹത്തിനായി അവരുടെ കൂടെ ഉണ്ടാവും. നേരെ മറിച്ച് ഇനി ഒരാള് പാഴായ വർത്തമാനങ്ങളിലോ അല്ലെങ്കിൽ മോശമായ കവിതകളിലോ പാട്ടുകളിലോ ഒക്കെ മുഴുകി കഴിഞ്ഞുകൂടിയാൽ അവരുടെ കൂട്ടത്തിൽ കൂടുന്നത് പിശാചായിരിക്കും, ശൈത്താനായിരിക്കും എന്നാണ്. ഇത് പലപ്പോഴും നമുക്കറിയാം, വാഹനത്തിലേക്ക് കയറിയാൽ പാട്ടുകളിട്ട്, ഹറാമായ കവിതകളിട്ട്, മ്യൂസിക്കുള്ള ഗാനങ്ങളിട്ട്, പരിസരബോധം പോലും മറന്ന രീതിയിലുള്ള യാത്രയാണ്. ഈ യാത്ര വലിയ അപകടം ചെയ്യും. അള്ളാഹുവിന്റെ സംരക്ഷണവും കാവലും ഉണ്ടാകേണ്ടതിന് പകരം വൈശാചികമായ ദുശക്തികൾ ആ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകും. വലിയ അനർത്ഥങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് ചെന്ന് പതിക്കുവാൻ പോലും ഒരു കാരണമായി തീരുമെന്നാണ് ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെയാണെങ്കിലും, യാത്രയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും എപ്പോഴും ഒരു മുഅ്മിൻ, സത്യവിശ്വാസി അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് വിട്ടു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. വാഹനത്തിലേക്ക് കയറേണ്ട രീതി പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. യാത്ര തുടങ്ങേണ്ടത് എങ്ങനെയാണ്, യാത്രയിൽ എന്തെല്ലാം ദിക്റുകളാണ് പറയേണ്ടത്, ഇതെല്ലാം നമ്മളെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധമായ ദീൻ. അത് വിട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ യാത്രകളിൽ പലതും. വളരെ അപൂർവം ചില ആളുകളാണ് യാത്രയിൽ ദിക്റുകൾ ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ അത്തരം കാര്യങ്ങൾ പോലും അവർക്ക് അറിയാം. കയറിയാൽ ഉടനെ പാട്ടും മൊബൈലും മ്യൂസിക്കും ഒച്ചയും ബഹളവും എല്ലാമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തര ഫലങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ദിക്റിലോ ദുആയിലോ സ്മരണയിലോ ഇട്ടുകൊണ്ടുള്ള ഒന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പോഷണമല്ല. അത് യാത്രയിൽ പോലും ശ്രദ്ധിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, അഷ്ഹദു അൻ ലാ ഇലാഹ